എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ രാജകുമാരിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പനിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കൂട്ട് തന്നെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കമൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചിലപ്പോൾ കാണാത്തതായിരിക്കും. കൂടുതലും ഞാൻ വൈകുന്നേരങ്ങളിലാണ് ഇതുപോലെ എല്ലാവരുടെയും കമൻസ് വായിക്കുന്നത്. ഈ കസേര പൊക്കിയെടുത്തുകൊണ്ട് വന്നതിന് കാരണം ഒരു കമൻസിന് റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്, വേറൊന്നുമല്ല. എൻ്റെ സ്കിന്നിന് എന്താണ് പറ്റിയത്, അതുപോലെ തന്നെ ഞാൻ എന്ത് ഫേസ് പാക്കാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്, വേറൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഒന്നാമത്തത് മുൾട്ടാണി മിട്ടി, പിന്നെ അതുപോലെ തന്നെ ഈ അരിപ്പൊടി, പിന്നെ റാഗി പൗഡർ. ഈ 3 സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫേസ് പാക്കിൽ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ റാഗി പൗഡറും അരിപ്പൊടിയും പിന്നെ പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇത് അമ്മയ്ക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ അതിൽ വെള്ളം ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആണെങ്കിൽ സെൻസിറ്റീവും അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഓയിലായിട്ടുള്ള ഒരു കണ്ടൻറ്റും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ട് ഒരിക്കലും ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷനോ ഒന്നുമല്ല. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അത്യാവശ്യം കളറ് ഉള്ള ഒരാളായിരുന്നു. അപ്പം എൻ്റെ ഒരു പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഒരു 7-8 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഓടിച്ചാടാനും അല്ലെങ്കിൽ വെയിൽ കൊള്ളാനും ഒക്കെ ശ്രമിക്കാറുണ്ടല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് ടാനുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ സ്കിന്നിൻ്റെ കളറൊന്ന് ഡിമ്മാവാൻ കാരണം. പിന്നീട് ആ സ്കിന്നിൻ്റെ കളറ് ഞാൻ റിക്കവർ ചെയ്തെടുത്തത്, ഞാൻ പറഞ്ഞല്ലോ, ജോലിക്കൊക്കെ പോയി ഈ സമയത്ത് നമുക്ക് ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം, അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്ന സമയത്ത് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടി വന്നു. അപ്പോൾ പിമ്പിൾസ് ഒട്ടും മാറുന്നില്ല, അത്രമാത്രം പ്രശ്നങ്ങളായിട്ട് മാറുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള എല്ലാം ഇതുപോലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ടും ഒരു മാറ്റമില്ല. ലാസ്റ്റിൽ ഞാനൊരു നമ്മൾ കൊല്ലത്തുള്ള ഒരു സലൂണിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കെമിക്കൽ പീലാണ് ചെയ്തതെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ പേര് ഇതിലായിട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പിമ്പിൾസ് എല്ലാം അപ്പാടെ പോയി. പക്ഷേ അതിന് പകരം എൻ്റെ സ്കിന്നിന് കിട്ടി ഭയങ്കര സെൻസിറ്റീവായി പോയി. കാരണം പെട്ടെന്ന് അങ്ങ് റെഡിഷ് ആവുക. ഏകദേശം എനിക്ക് ഒന്ന് 3-4 ലെയറോളം പോയിട്ടുണ്ട്. അപ്പോൾ അതുമല്ല, അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ അല്ലാതുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അവരെല്ലാം എനിക്ക് തന്ന മരുന്നുകളെല്ലാം ഞാൻ ഫേസിൽ തന്നെയായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്, ഫേസിലെ കഴുത്തിലെ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ലെയർ നമ്മളെ ആ സിറ്റിങ്ങിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സെൻസിറ്റീവായി, വെയിൽ കൊള്ളാൻ ഒട്ടും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വീട്ടിൽ കൂടുതലിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. കെമിക്കലായിട്ടുള്ള സോപ്പുകളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. ആ സമയത്താണ് ശരിക്കും ഞാൻ ഈ ഫേസ് പാക്കുകളിൽ അഭയം പ്രാപിച്ചത്. പിന്നെ ഈ ക്രീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തന്നതാണ്. ഇനി പിമ്പിൾസ് അഥവാ വരുവാണെങ്കിൽ, നമുക്ക് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ചെറിയ ചെറിയ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിൽ ജസ്റ്റ് അവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ക്രീമാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു 3 മാസത്തോളമായി ഞാൻ ആ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ സംഭവം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അല്ലാതുള്ള ക്രീമുകളോ, ഞാനിത് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇത് ട്രീറ്റ്മെൻറ്റ് ക്രീമാണ്. അത്രയ്ക്ക് പിമ്പിൾസ് ഉള്ളവർ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ, ഞാനത് പറഞ്ഞു തരാം. പക്ഷെ അല്ലാതെ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കാരണം അങ്ങനെ ചിലരുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ആ ഒരു പിമ്പിൾസിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്രീം. പക്ഷേ പലരും അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് അവിടെ ഒരു വൈറ്റനിങ് വരുവാണെങ്കിൽ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യും, പിന്നീട് അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ എൻ്റെ സ്കിന്ന് ഭയങ്കര റെഡിഷ് ആവുന്നതുകൊണ്ട് ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതലും മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കറക്റ്റ് ഷെയ്ഡിന് NC42 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈറ്റിലൊക്കെ ആയിരിക്കും, ചെറിയ മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഈ പറയുന്നത് പലർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരത്തെ ഉള്ള കളറ് ഞാനത് റിക്കവർ ചെയ്തെടുത്തതാണ്, അല്ലാതെ പുതിയൊരു ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പം എനിക്ക് കളർ ഈ ഒരു കളറിലേക്ക് മാറിയതല്ല. അപ്പം ഇതായിരുന്നു കാരണം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.